നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയമാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എപ്പോഴും അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് എല്ലാം ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഉന്നതി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആരോടെങ്കിലും ഇത് പറയുവാണെങ്കിൽ പറയുമോ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണ്, നമ്മൾ എത്രമാത്രം ദൈവത്തിലേക്ക് അടുക്കുന്നുണ്ടെന്ന് ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണ്. പക്ഷെ അത് ശുദ്ധ മണ്ടത്തരമാണ്. ഒരിക്കലും ഒരു ദൈവവും നമ്മളെ പരീക്ഷിക്കാനിരിക്കുകയല്ല. ദൈവത്തിന് അതല്ല പണി, ഓരോരുത്തരെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കിടന്ന് പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഒരു മാനസികമായിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയല്ല, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ പ്രാർത്ഥനയല്ല വേണ്ടത്, നമുക്ക് ഉറപ്പാണ് വേണ്ടത്. ദൈവമുണ്ട്, എൻ്റെ കൂട്ടത്തിൽ ദൈവമുണ്ട്, അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ നാമജപമാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ ആ വിശ്വാസം അനുസരിച്ച് അല്ല അത് ജപിച്ചുകൊണ്ടിരിക്കുക. അതല്ലാതെ എനിക്ക് അത് തന്നെ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ആവലാതി പറഞ്ഞ് എനിക്ക് അതില്ല ഇതില്ല അല്ലെ എനിക്ക് അങ്ങനെ സംഭവിക്കണം ഇങ്ങനെ സംഭവിക്കണം അവർ നശിക്കണം ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ നന്നാകണം അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് ഒരിക്കലും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് നന്മ വരണേ, നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മളെ ആശ്രയിക്കുന്നവരും നമ്മൾ ആശ്രയിക്കുന്നവരും, നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരും എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി വേണം മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ല നമുക്ക് വേണ്ടി പോയി നമ്മൾ കുറേ യാചന ചെയ്തിട്ടോ കുറേ ആവലാതി പറഞ്ഞിട്ടോ അതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടത്തില്ല, ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. എപ്പോഴും നല്ല പരിശുദ്ധമായ മനസ്സോടെ ദൈവത്തെ കാണുക, ഉറച്ചു വിശ്വസിക്കുക, എൻ്റെ കൂടെ ദൈവമുണ്ട്, ഞാൻ എന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ദൈവം നടത്തിത്തരും എന്ന് നമ്മൾ ഉറച്ചങ്ങ് വിശ്വസിച്ചുകൊണ്ട് ജപമായിട്ടൊന്ന് ഇരുന്ന് നോക്കിക്കേ. നമ്മൾ 100% ഉറപ്പായിട്ട് എന്താണോ നമുക്ക് വേണ്ടത് ദൈവം തന്നിരിക്കും. അതാണ് ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ ഒരിക്കലും നമുക്ക് ഒരു ദോഷം വരുന്ന ചെയ്യാനല്ല ദൈവം ഇരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. പീസ്ഫുൾ ലൈഫ്.